എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 4-ാമത്തെ സർഗത്തിൽ 14 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇതിലൊക്കെ അനുഷ്ഠുപ്പ് വൃത്തം തന്നെയാണുള്ളത്. ഇവിടെ ബാലകന്മാരായിട്ടുള്ള ലവകുശന്മാർ തങ്ങൾ പഠിച്ചതായിട്ടുള്ള ആ ഗീതം, രാമായണമാണ്, അത് അവരുടെ അച്ഛൻ്റെ ഗീതമാണെന്നൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല ആ കുട്ടികളെ പാടി ഭംഗിയാക്കി കൊണ്ട് നടന്നിരുന്നത്. അവരുടെ ആ ഗാനത്തെ പറ്റിയിട്ടാണ് മറ്റൊരു സദസ്സിൽ പാടിയപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറയണത്. നമുക്ക് ആദ്യം 14-ാമത്തെ ശ്ലോകം നോക്കാം. മഹാത്മാനൗ മഹാഭാഗൗ സർവലക്ഷണലക്ഷിതൗ തൗ കദാചിത് സമേതാനാം ഋഷീണാം ഭാവിതാത്മനാം. 15-ാമത്തെയും കൂടി ചൊല്ലിയാൽ അത് കൂട്ടി നമുക്ക് അർത്ഥം പറയാൻ പറ്റും. മധ്യേ സഭം സമീപസ്ഥാവിദം കാവ്യമഗായതാം തച്ഛ്രുത്വാ മുനയഃ സർവേ ബാഷ്പപര്യാകുലേക്ഷണ. ആ 2 ബാലകന്മാർ അവരാണ് മഹാത്മാനവും മഹാഭാഗവും. മഹാത്മാക്കൾ, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള, വളരെ മിടുക്കരായിട്ടുള്ള, ശ്രേഷ്ഠരായിട്ടുള്ള 2 ബാലകന്മാർ. അതാണ് മഹാത്മാനവും മഹാഭാഗവും. വളരെ വിദഗ്ധന്മാരായ, വാൽമീകി പഠിപ്പിച്ചു കൊടുത്തതായ കാവ്യം മുഴുവനും ഹൃദിസ്ഥമാക്കിയവരായ ആ 2 ബാലകന്മാർ. സർവലക്ഷണലക്ഷിതവും, കാണാനും അവരുടെ ശബ്ദം കൊണ്ടുമൊക്കെ വളരെ പരിപൂർണന്മാരായിട്ടുള്ള 2 ബാലകന്മാർ. നല്ല ലക്ഷണമൊത്ത 2 കുമാരന്മാർ. എല്ലാവരും തന്നെ നല്ല കുട്ടികൾ, സുന്ദരന്മാർ, മിടുക്കന്മാർ എന്നൊക്കെ അഭിനന്ദിക്കുന്നവരായിട്ടുള്ള 2 ബാലകന്മാർ. അവരൊരു ദിവസം എന്താ ചെയ്തത്? കദാചിത്, ഒരിക്കൽ, ഋഷീണാം സമേതാനാം ഭാവിതാത്മനാം ഋഷീണാം സമേതാനാം മധ്യേ സഭം. കുറേ വളരെ ഉദാത്തന്മാരായിട്ടുള്ള, നല്ല ഭംഗിയായിട്ട് ചിന്തിക്കുകയും അതുപോലെ ഭാഷണം ചെയ്യുകയും തപസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരായിട്ടുള്ള ഋഷിമാരുടെ മധ്യത്തിൽ, ഋഷിമാർ, കവികൾ, അവരുടെയൊക്കെ മധ്യത്തിൽ വെച്ച്, അതാണ് ഭാവിതാത്മനാം ഋഷീണാം സമേതാനാം മധ്യേ സഭം. ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കുറേ ഋഷീശ്വരന്മാരെല്ലാവരും തന്നെ, അവരുടെ മധ്യത്തിൽ വച്ച്. അപ്പോൾ അവിടെ വാൽമീകി ഉണ്ടായിരിക്കണം. വാൽമീകി പറഞ്ഞിട്ടാവണം ഈ കുമാരന്മാർ അവിടെ ഇരുന്നു കൊണ്ട് ആ പാട്ട്, രാമായണ പാട്ട് പാടുകയാണ്. അതാണ് മധ്യേ സഭം. അവരെല്ലാവരും കൂടി ഇരിക്കുന്നതിൻ്റെ നടുക്കിരുന്നു കൊണ്ട് ഈ ബാലകന്മാർ 2 പേരും എന്ത് ചെയ്തു? അവരുടെ അടുത്ത് തന്നെ ഇരുന്നു കൊണ്ട്, മാറിയൊന്നും ഇരുന്നിട്ടല്ല, നടുക്കിൽ തന്നെ ഇരുന്നു കൊണ്ട്. അതാണ് സമീപസ്ഥൗ ഇതം കാവ്യം അഗായതാം. ഈ കാവ്യം, രാമായണം എന്ന് പറഞ്ഞ കാവ്യം, അവർ 2 പേരും കൂടി ചൊല്ലാൻ ആരംഭിച്ചു. അത് കേട്ടിട്ട് മുനിമാർക്ക് എന്താ ഉണ്ടായത് എന്നുള്ളതാണ് അടുത്ത വരി പറയണത്. തച്ഛ്രുത്വാ സർവേ മുനയ ബാഷ്പപര്യാകുലേക്ഷണ. അത് കേട്ടിട്ട്, ഈ കുട്ടികളുടെ പാട്ട് കേട്ടിട്ട് അവിടെ കൂടിയിരുന്ന എല്ലാ മുനിമാരും തന്നെ, സർവേ മുനയ ബാഷ്പപര്യാകുലേക്ഷണാഹ, കണ്ണ് നിറയാൻ തുടങ്ങി. അവരുടെയൊക്കെ കേട്ടിരിക്കുന്ന മുനിമാർ ആ കഥയുടെ സൗന്ദര്യം കൊണ്ട്, പാട്ട് പാടുന്നതിൻ്റെ രീതി കൊണ്ട്, വർണ്ണിക്കുന്നതിൻ്റെ ആ പ്രഭാവം കൊണ്ടൊക്കെ കേട്ടിരുന്ന മുനിമാരുടെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി. അതാണ് ബാഷ്പപര്യാകുലേക്ഷണാഹ അഭവൻ. അവരുടെ കണ്ണൊക്കെ നിറഞ്ഞ് തുളുമ്പാൻ തുടങ്ങി. അതാണ് 15-ാമത്തെ ശ്ലോകം വരെ പറഞ്ഞത്. അടുത്ത 2 ശ്ലോകങ്ങൾ 16ഉം 17ഉം ഇതുപോലെ ഒരുമിച്ച് പറയേണ്ടതാണ്. നമുക്കതുകൂടി ചൊല്ലാം. സാധു സാധ്വിദിതാവൂചു പരം വിസ്മയമാഗതാഃ തേ പ്രീതമനസഃ സർവേ മുനയോ ധർമ്മവത്സലാഃ പ്രശശംസുഃ പ്രശസ്തവ്യൗ ഗായമാനൗ കുശീലവൗ അഹോ ഗീതസ്യ മാധുര്യം ശ്ലോകാനാം ച വിശേഷത. അവരോട് 2 പേരോടും, തൗ എന്ന് പറഞ്ഞാൽ ബാലകന്മാരോട്, സാധു സാധു ഇതി ഊജു, അവിടെ കൂടിയിരുന്ന എല്ലാവരും തന്നെ വളരെ നന്നായി, വളരെ നന്നായി, ഒന്നാന്തരമായിട്ടുണ്ട് എന്ന് അവരെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചു. അങ്ങനെ അവർ, ഈ കേട്ടവരുടെയൊക്കെ അവസ്ഥയാണ് പറയണത്. അവരെല്ലാവരും വിസ്മയമാഗതാഹ, ഇങ്ങനെയൊക്കെ കാവ്യം എഴുതാൻ പറ്റുമോ, ഇത്ര ഭംഗിയായിട്ട് എഴുതാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് അത്യത്ഭുതം പൂണ്ടവരായിട്ടുള്ള, അത്ഭുത പരതന്ത്രരായിട്ടുള്ള തേ ഋഷയ, ആ ഋഷിമാരെല്ലാവരും തന്നെ, തൗ, ആ ബാലകന്മാരോട്, സാധു സാധു ഇതി ഊചു, വളരെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. ആരാണ് ആ മുനിമാരെ പറ്റിയിട്ട് പിന്നെയും വിശേഷണം കൊടുക്കുകയാണ്. തേ പ്രീതമനസ സർവേ മുനയോ ധർമ്മവത്സലാഹ. ആ
സംപ്രീതമായ സംതൃപ്തമായ പാട്ട് കേട്ട് സന്തുഷ്ടമായ മനസ്സോടു കൂടിയവരായിട്ടുള്ള ധർമ്മവത്സലാഹ സർവേ മുനയഃ, ധർമ്മത്തിനോട് വാത്സല്യമുള്ളവരായിട്ടുള്ള സകല മുനിമാരും, കേൾക്കാൻ അവിടെ കൂടിയിരുന്ന എല്ലാവരും തന്നെ അവരെന്ത് ചെയ്തു? പ്രശസ്തവ്യൗ ഗായമാനൗ കുശീലവൗ പ്രശംസു. പ്രശംസിക്കപ്പെടേണ്ടവരും അതുപോലെ തന്നെ നന്നായി പാട്ടുപാടിയിരുന്നവരുമായ കലാകാരന്മാരായിട്ടുള്ള ആ കുശലവന്മാരെ, കുശീലവൗ എന്നുള്ളത് കുശലവന്മാരെന്നുള്ള അർത്ഥത്തിലും പറയാം, ഗായകന്മാരെന്നുള്ള അർത്ഥത്തിലും പറയാം. അവരെ ഈ കൂടിയിരുന്ന എല്ലാ ഋഷിമാരും ചേർന്നുകൊണ്ട് പ്രശംസിക്കുകയും ചെയ്തു. എന്നിട്ട് അവർ പറയാണ്, അഹോ ഗീതസ്യ മാധുര്യം ശ്ലോകാനാം ച വിശേഷത. പാട്ടിന് എന്തൊരു ഭംഗിയാ കേൾക്കാൻ. അതാണ് അഹോ ഗീതസ്യ മാധുര്യം. പാട്ട് എത്ര മധുരമായിട്ടാണ് കുട്ടികൾ പാടണത്. പാട്ടിൻ്റെ ഒരു സൗന്ദര്യം നോക്കൂ. അതോടൊപ്പം തന്നെ വിശേഷത ശ്ലോകാനാം ച, പാട്ടിൻ്റെ ഭംഗി കൊണ്ട് മാത്രമല്ല, ശ്ലോകത്തിൽ എത്ര വലിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, എത്ര ലളിതമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ഗഹനമായിട്ടുള്ള തത്വങ്ങളൊക്കെ ഉണ്ടതാനും. അതുകൊണ്ട് എത്ര രസകരമാണ് ഈ ഗാനങ്ങൾ, ഇപ്പോൾ പാടിയ പാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടിയിരുന്നു കൊണ്ട് ആ ബാലകന്മാരെ വേണ്ടുവോളം പ്രശംസിച്ചു. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയാണ്, ചിരനിർവൃത്തമപ്യേതത് പ്രത്യക്ഷമിവ ദർശിതം പ്രവിശ്യതാവുഭൗ സുഷ്ഠു തഥാ ഭാവമഗായതാം. ഈ കഥ, രാമൻ്റെ കഥ എന്ന് പറയുന്നത് അവിടെ കൂടിയിരിക്കുന്ന ഋഷിമാർ അവരൊന്നും പലതും കണ്ടിട്ടൊന്നുമില്ല, മുമ്പ് നടന്നതാണ്. അതാണ് ചിരനിർവൃത്തം. സംഭവങ്ങളൊക്കെ പണ്ട് കഴിഞ്ഞതാണ് എങ്കിൽ പോലും ചിരനിർവൃത്തം അഭി ഏതത് ഈ പറഞ്ഞ രാമായണ കഥയിലെ എല്ലാ സംഭവങ്ങളും, പരമാവധി എല്ലാ ഭാഗങ്ങളും തന്നെ ചിരനിർവൃത്തം, പണ്ടെപ്പോഴോ നടന്നു കഴിഞ്ഞതാണ്. അതൊക്കെ ഇപ്പം എങ്ങനെയാണ് തോന്നുന്നത്? പ്രത്യക്ഷം ദർശിതമിവ, കൺമുന്നിൽ കണ്ടതുപോലെ തോന്നുന്നു. അതെങ്ങനെയാണ്? ആ പാട്ടിൻ്റെ മാധുര്യം കൊണ്ട്, പാടിയതിൻ്റെ സൗന്ദര്യം കൊണ്ട്, അതിൽ പ്രതിപാദിച്ച കഥയുടെ വ്യക്തത കൊണ്ട്, അതിൻ്റെ പ്രതിപാദന രീതി കൊണ്ടൊക്കെ അവർ പാടിയത് കേട്ടപ്പോൾ ഈ ഋഷിമാർക്ക് എല്ലാവർക്കും അത് ഇപ്പോൾ കണ്ടതുപോലെ തോന്നുകയാണ്. അഭിനയിക്കൊന്നും ഉണ്ടായിട്ടില്ല, വെറുതെ പാടുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് പോലും അത് കൺമുന്നിൽ കണ്ടതുപോലെയുള്ള അനുഭവമാണ് ഉണ്ടാക്കി കൊടുത്തത്. ചിരനിർവൃത്തമപ്യേതത്, പണ്ടെപ്പോഴോ സംഭവിച്ചതാണെങ്കിലും ഇപ്പോഴത്തെ ഈ വർണ്ണന കൊണ്ട് ഇതാ ഇപ്പോഴാണ് സംഭവിച്ചത്, കൺമുന്നിലാണ് സംഭവിച്ചത് എന്നുള്ളത് തോന്നിപ്പോണ പോലെയായി. അതാണ് പ്രത്യക്ഷം ദർശിതമിവ. എന്നിട്ട് എന്താണ് ചെയ്തത്? അതിന് കാരണം പറയാണ്, പ്രവിശ്യതാവുഭൗ സുഷ്ഠു തഥാ ഭാവമഗായതാം. രണ്ടുപേരും, അതാണ് ഉഭൗ, രണ്ട് ബാലകന്മാരും പ്രവിശ്യതാവുഭൗ, രണ്ടുപേരും വളരെ മുഴുകിയിരുന്നാണ് ആ വിഷയത്തിൽ, കഥയിൽ, സംഗീതത്തിലൊക്കെ ആഴ്ന്നിറങ്ങിയിട്ടാണ് അത് പാടിയത്. കഥ എന്താണ്, ആരുടെ കഥയാണെന്നൊന്നും അറിഞ്ഞിട്ടല്ല, പക്ഷേ കഥയുടെ ഭംഗിയും പാടണേൻ്റെ സൗന്ദര്യമൊക്കെ കാരണം ഈ കാണാനിരിക്കുന്നവർക്ക് എല്ലാവർക്കും അത് വളരെയധികം അനുഭവവേദ്യമായി. അതാണ് അവർ തിരിച്ചങ്ങോട്ട് പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും ആ കഥയിലേക്ക് പ്രവേശിച്ചിട്ട് ആ കഥ നിങ്ങൾ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടാണ് അവതരിപ്പിച്ചത് എന്നുള്ളത് കൊണ്ടാണ് തഥാ ഭാവമഗായതാം. കഥയുടെ പ്രത്യേകത, വിഷയത്തിൻ്റെ പ്രത്യേകതയുണ്ട്. നിങ്ങൾ വളരെ ഭാവത്തോടു കൂടിയിട്ടാണ്, മധുരമായിട്ടാണ് പാടിയത്. അതിൻ്റെ സൗന്ദര്യം മുഴുവനും അനുഭവിച്ചറിയാനും സാധിച്ചു. അതുകൊണ്ട് ഈ സംഭവമൊക്കെ ഇവിടെ കൺമുന്നിലാണ് നടക്കണത് എന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു പോവാതെ ഇല്ല എന്നാണ് ഈ ഋഷിമാർ ആ ബാലകന്മാരോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് ആ ഋഷിമാരൊന്നും കൂടിയും ഈ ബാലകന്മാരെ അഭിനന്ദിക്കുകയാണ്. അതാണ് 19ാമത്തെ ശ്ലോകത്തിൽ പറയണത്, സഹിതൗ മധുരം രക്തം സമ്പന്നം സ്വരസമ്പദ ഏവം പ്രശംസ്യമാനൗ തൗ തപശ്ലാഘൈർമഹർഷിഭി. രണ്ടുപേരും ഒരുമിച്ച് പാടിയത് അപ്പോൾ കൂടുതൽ മാധുര്യമാണ്. അതാണ് സഹിതൗ, ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരേപോലെയുള്ള ശബ്ദത്തിൽ, അതുപോലെ തന്നെ ഒരേപോലെ ആകർഷകമായിട്ടുള്ള നല്ല രസികൻ ശബ്ദമാണ് രണ്ടുപേർക്കും. അതാണ് രക്തം. എല്ലാവരെയും ആകർഷിക്കത്തക്കതായ, കേൾക്കാൻ ഇമ്പമുള്ളതായ, ലയപൂർണ്ണമായിട്ടുള്ള ശബ്ദത്തോടു കൂടിയിട്ട് അവരിങ്ങനെ പാടുക ചെയ്തത്. സമ്പന്നം രക്തം മധുരം. സമ്പന്നം അതായത് നല്ല ശാരീര മികവ് രണ്ട് ബാലകന്മാർക്കും ഉണ്ട്.
അവർ ഒരുമിച്ച് പാടുമ്പോഴും ഒരൊറ്റ ആൾ പാടുന്ന പോലെയുള്ള സൗന്ദര്യമാണ് തോന്നുക. അത്ര ശക്തമായിട്ടുള്ള ശബ്ദം, വളരെ ഭാവഗായകന്മാരാണ്. കേൾക്കുമ്പോഴേക്കും അർത്ഥം കിട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ ഭാവവും രസവും ഒക്കെ ഇങ്ങനെ തുളുമ്പി വരുന്നതായിട്ടുള്ളൊരു അനുഭവമാണ് ഋഷിമാർക്ക് ഉണ്ടായത്. അതുകൊണ്ടാണ് ആ പാട്ടിനെ മധുരം രക്തം സമ്പന്നം സ്വരസമ്പദ സമ്പന്നം രക്തം മധുരം, അങ്ങനെയൊക്കെയുള്ള നല്ല ശബ്ദശുദ്ധിയുണ്ട്, നല്ല അനുരക്തം, രാഗം ജനിപ്പിക്കുന്ന, ആകർഷണം ജനിപ്പിക്കുന്നതായിട്ടുള്ള ശബ്ദമാണ്, മധുരമായിട്ടാണ് പാടിയത് എന്നിങ്ങനെയൊക്കെ. ഏവം മഹർഷിഭി പ്രശംസ്യമാനൗ തൗ തപശ്ലാഘ്യൈഃ മഹർഷിഭിഃ പ്രശംസ്യമാനൗ. തപശ്ലാഘ്യന്മാരാൽ നല്ലവണ്ണം തപസ് ചെയ്ത് തപസ്സുകൊണ്ട് തന്നെ പേരുകേട്ടവരായിട്ടുള്ള മഹർഷിമാരാൽ പ്രശംസിക്കപ്പെട്ടവരായിട്ടുള്ള ആ ബാലകന്മാർ അവർ പിന്നെയും നല്ല ഭംഗിയായിട്ട് പാട്ടുപാടി. അത് 20ാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ വരിയിൽ അതാണ് പറയണത്. സംരക്തതരമത്യർത്ഥം മധുരം താവഗായതാം. സംരക്തതരം, ഏറ്റവും ആകർഷകമാകുന്ന തരത്തിൽ, അത്യർത്ഥം വീണ്ടും വീണ്ടും, മധുരം തൗ അഗായതാം, മധുരമായിട്ടവർ പിന്നെയും പാട്ടുപാടി, രാമായണം പാടി അവതരിപ്പിച്ചു എന്നർത്ഥം. അപ്പോൾ ഇവരുടെ ശബ്ദം വളരെ നന്നായിരുന്നു. അത് കേട്ട് മനസ്സിലാക്കിയ ഋഷീശ്വരന്മാരെ അഭിനന്ദിച്ചു. അവർ പിന്നെയും ആ രാമായണ ഗാഥ പാടാൻ തുടങ്ങി എന്ന് 20ാമത്തെ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരിയിലാണ് അതിൻ്റെ അന്വയം കൊണ്ടുചെന്ന് എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് അവരെന്തൊക്കെയാണ് ദാനം ചെയ്തതെന്നുള്ളതൊക്കെയാണ് പറയണത്. അത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. മഹാത്മാനൗ മഹാഭാഗൗ സർവലക്ഷണലക്ഷിതൗ തൗ കദാചിത് സമേതാനാം ഋഷീണാം ഭാവിതാത്മനാം മധ്യേ സഭം സമീപസ്ഥാവിദം കാവ്യമഗായതാം തച്ഛ്രുത്വാ മുനയഃ സർവേ ബാഷ്പപര്യാകുലേക്ഷണാഃ സാധു സാധ്വിദിതാവൂജുഃ പരം വിസ്മയമാഗതാഃ തേ പ്രീതമനസഃ സർവേ മുനയോ ധർമ്മവത്സലാഃ പ്രശംസുഃ പ്രശസ്തവ്യൗ ഗായമാനൗ കുശീലവൗ അഹോ ഗീതസ്യ മാധുര്യം ശ്ലോകാനാം ച വിശേഷതഃ ചിരനിർവൃത്തമപ്യേതത് പ്രത്യക്ഷമിവ ദർശിതം പ്രവിശ്യതാവുഭൗ സുഷ്ഠൂ തഥാ ഭാവമഗായതാം സഹിതൗ മധുരം രക്തം സമ്പന്നം സ്വരസമ്പദാ ഏവം പ്രശംസ്യമാനൗ തൗ തപശ്ലാഘ്യൈർമഹർഷിഭിഃ സംരക്തതരമത്യർത്ഥം മധുരം താവഗായതാം. അങ്ങനെ അവരുടെ പാട്ട് നടത്തി അവർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ടിട്ട് ഋഷീശ്വരന്മാർ പലതും ദാനം നൽകി. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങളെല്ലാം തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.